ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ കാണിക്കുന്നത് മുഹറം 10-ൻ്റെ നോമ്പില്ലേ, ആ ദിവസത്തെ വ്ളോഗാണ്. അപ്പോൾ എനിക്കന്ന് നോമ്പുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിലേക്ക് വന്നത്. മക്കൾക്ക് മദ്രസ ഒന്നുമില്ല, അന്ന് സ്കൂൾ മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒരു 7:30 ആയപ്പോഴാണ് ഞാൻ കിച്ചണിലേക്ക് എത്തിയത്. ഇന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പുട്ടിൻ്റെ പൊടിയൊക്കെ കുഴച്ചിട്ട് പുട്ടങ്ങനെ ചുടുന്നുണ്ട്. മക്കൾക്ക് പിന്നെ കറി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് പുട്ട് ചുടുന്നുണ്ട്. പിന്നെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടുള്ള കറി ഉണ്ടാക്കുന്നത് ഇവർക്കുള്ള ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് കേട്ടോ. അത് ഞാൻ അതിൻ്റെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു കംപ്ലീറ്റ് വീഡിയോ ഞാൻ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എല്ലാ കുക്കിങ്ങും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്തായാലും എല്ലാവരും കംപ്ലീറ്റ് ആയിട്ടൊന്ന് കണ്ടു നോക്ക് കേട്ടോ. അങ്ങനെ പുട്ട് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2 പ്രാവശ്യമാണ് ചുട്ടിട്ടുണ്ടായിരുന്നത്. അത് കറക്റ്റായിരുന്നു. ഈ വീഡിയോയിൽ അടിപൊളിയായിട്ടുള്ളൊരു സ്കിൻ കെയർ ഓയിലിന് ഉണ്ടാക്കുന്നതും കൂടെ കാണിക്കുന്നുണ്ട്. അതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വൈറ്റ് മട്ടൺ കുറുമയും നെയ്ച്ചോറും കൂടെ കാണിക്കുന്നുണ്ട്. എന്തായാലും കണ്ടു നോക്കൂ കേട്ടോ. അങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കിയ ശേഷം ആ കുക്കറിലുള്ളത് ഗ്രീൻ പീസാണ്. ഗ്രീൻ പീസ് വേവിച്ച് വെച്ചതാണ്. അത് സ്കൂളിലേക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് വേവിച്ച് വെച്ചതാണ്. അങ്ങനെ അതിനുള്ള സവാള വഴറ്റുന്നുണ്ട്. സവാള വഴറ്റിയിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും കൂടെ ചേർത്ത് വേവിച്ച ഗ്രീൻ പീസാണിത്. അങ്ങനെയാണ് ഞാൻ ഗ്രീൻ പീസ് മസാല ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ അവർക്കുള്ള ഗ്രീൻ പീസ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാകുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. കാരണം അത്ര മസാല ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ കറി ഇല്ലെങ്കിലും ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ്. അങ്ങനെ അധികം ദിവസം ഞാനിത് കൊടുത്തയക്കാറുണ്ട്. എൻ്റെ ലഞ്ച് ബോക്സ് റെസിപ്പിയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. മക്കൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഹെൽത്തിയുമാണല്ലോ. അങ്ങനെ അതും കൂടെ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ലഞ്ച് ബോക്സിനുള്ളതൊക്കെ ആയിട്ടുണ്ട്. ചോറ് ഞാൻ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു. റൈസ് കുക്കറിലാണ് വെക്കാറുള്ളത്. അങ്ങനെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വെളിച്ചെണ്ണയും ഉപ്പും കൂടെ ഒക്കെ ഇട്ട് അവരെ ഗ്രീൻ പീസ് മസാലയും ഒക്കെ ആക്കിയിട്ട് ലഞ്ച് ബോക്സ് അങ്ങനെ റെഡിയായി. സ്നാക്സിന് കൊടുത്ത് വിടുന്നത് ഊട്ടി വർക്കിയും അതുപോലെ ഒരു കാടമുട്ടയും കൂടെയാണ്. അങ്ങനെ പുട്ടുക്കുള്ള കറിയായിട്ട് ഉണ്ടാക്കുന്നത് ചിക്കൻ്റെ കുറച്ച് പാർട്സ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ചിക്കൻ്റെ പീസും കൂടെ അങ്ങനെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ്. അപ്പോൾ കഴുകി വൃത്തിയാക്കി അത് പാനിലേക്ക് ഇട്ടു. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇടുന്നത് ഒരു 4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇടണം. പിന്നെ തക്കാളി ഒരു ഹാഫ് തക്കാളിയും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളകാണ്. മുളക് പൊടിയൊന്നും ഇതിലേക്ക് ചേർക്കില്ല. ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് മുളക് പൊടി ഒരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ. കുരുമുളക് പൊടിയും അതുപോലെ പച്ചമുളകും മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് മുളകും അതുപോലെ കുരുമുളകും ചേർക്കാൻ പറ്റും. പിന്നെ ഗരം മസാല ഒന്നും ഇതിലേക്ക് ചേർക്കരുത്. കുറച്ച് മല്ലിപ്പൊടി ചേർത്താൽ മതി. അടച്ച് വെച്ച് ആവിയിലാണിത് വേവിക്കുന്നത്. ശേഷം ഒരു സവാളയും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവിയിൽ വേവിച്ച ശേഷം വെന്ത ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ ഈ കറി റെഡിയാവും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഉച്ചക്കാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. സ്കിൻ കെയർ ഓയിൽ ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. ആദ്യം തന്നെ ഓയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ക്യാരറ്റും ബീട്രൂട്ടും ഒരു പകുതി വീതമാണ് എടുത്തിട്ടുള്ളത്. രണ്ടും നല്ലോണം അരച്ചെടുത്തതാണ്. പേസ്റ്റാക്കി അരക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്തതാണ്. അതിട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അങ്ങനെ സിമ്മിൽ വെച്ച് ചെയ്യാൻ കേട്ടോ. ഒരിക്കലും ഇത് ഹൈ ഫ്ലെയിമിൽ ഇടരുത്. അങ്ങനെ നന്നായിട്ട് തിളച്ച് കുറച്ചൊന്ന് വെന്ത ശേഷം അതിലേക്ക് ഞാൻ ചേർത്തത് കറ്റാർവാഴയല്ലേ, അലോവേരയുടെ പൾപ്പ് എടുത്തിട്ട് അതും അതുപോലെ തുളസിയിൽ അതും ഒരു 1.5 പിടിയൊക്കെ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കിയതാണ്. അതും കൂടെ ഒന്ന് അരച്ചിട്ട് അതും കൂടെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. തുളസിയിൽ അങ്ങനെ അരഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ അരഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് ചെയ്യണം കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ അവസാനമായിട്ട് ഏകദേശം ഇതൊക്കെ ഒന്ന് റെഡിയായി വരാനാകുന്ന 2 സ്പൂണ് രക്തചന്ദനം കൂടെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഒന്ന് വെന്ത സമയത്ത് നമുക്കത് പൊങ്ങി വരും, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യുക. ചൂടാറിയ ശേഷമാണ് പിന്നെ നമ്മളത് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം ദോശമാവിനുള്ളത് അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് കാണിക്കാത്ത സെപ്പറേറ്റ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എണ്ണയൊക്കെ ചൂടാറിയ ശേഷം അരിച്ചെടുത്തിട്ട് കുപ്പിയിലാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി എണ്ണയാണ്. നല്ലൊരു സ്മെല്ലാണിത്. നമുക്കൊരു ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്മെല്ലില്ല എണ്ണയാണ്. 6 മാസം മുതൽ മുതിർന്നവർക്ക് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ്.
കുളിക്കുന്നതിൻ്റെ ഒരു 1/2 to 2 മണിക്കൂർ മുമ്പ് തന്നെ തേച്ച് പിടിപ്പിക്കുക. വൈകുന്നേരമായിട്ട് ഞാൻ ആടുകുറുമയിലേക്കുള്ള തേങ്ങ ചിരകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആട് വൈറ്റായിട്ട് വെള്ള കളറായിട്ടുള്ള വെള്ളക്കുറുമയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 1/2 മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അരച്ച് അതിൻ്റെ പാല് 1-ാം പാലും 2-ാം പാലും കൂടെ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. കുക്കർ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ശേഷം സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 2 തക്കാളി കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ട് വഴറ്റിയ ശേഷം ഇതിലേക്ക് ഗരം മസാലയും ഉപ്പും അതുപോലെ 2-ാം പാലും കൂടെ ഒഴിച്ചിട്ടാണ് വേവിക്കുന്നത്. അതിലാണ് ആട് വേവിച്ചെടുക്കേണ്ടത്. അങ്ങനെ തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഓവർ മസാല ഇതിൽ ഒരിക്കലും ഇടരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോകും. ഇത് ആടാണെന്ന് തോന്നുന്നതേ ഇല്ല. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഗരം മസാലയും അതുപോലെ കുറച്ച് കുരുമുളകും കൂടെ വേണം. എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ എരിവിന്. മുളക് പൊടി ചേർക്കരുത്, വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കരുത്. അങ്ങനെ കുക്കറിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് എനിക്ക് നോമ്പ് തുറക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള ബൂസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് വെള്ളം വെച്ചതാണ്. അങ്ങനെ ബൂസ്റ്റും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഈ ആടുകുറുമയിലേക്ക് ഉണ്ടാക്കുന്നത് നെയ്ച്ചോറാണ്. അപ്പോൾ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. സമയം നല്ലോണം വൈകിട്ടുണ്ടായിരുന്നു. ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് സവാളയും കുറച്ച് ഉപ്പിട്ടിട്ടാണ് ഇത് വറുത്ത് കോരുന്നത്. അങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ സവാള വറുത്ത് കോരിയിട്ടുണ്ട്. അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ടിട്ട് വറുത്ത് കോരുക. ഇത് ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് കണ്ടൊരു റെസിപ്പി കേട്ടോ നെയ്ച്ചോറിൻ്റെ. നല്ല ടേസ്റ്റാണ്, നന്നായിട്ട് വരാറുണ്ട്. ഞാൻ റൈസ് കുക്കറിലാണ് ഇങ്ങനെ ഉണ്ടാക്കാറുള്ളത്. പിന്നെ അതിലേക്ക് ഒരു സവാളിൻ്റെ പകുതിയും അതുപോലെ ഗരം മസാലയും കൂടി വാട്ടിയ ശേഷം റൈസ് കുക്കറിലിട്ട് കൊടുത്തു. അതിലേക്ക് കഴുകി വെച്ച ചോറും കൂടെ ഇട്ടിട്ട് അങ്ങനെ തിളച്ച ശേഷം അങ്ങനെ വാങ്ങി വെച്ചതാണ്. അങ്ങനെ നമ്മുടെ മട്ടനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് അണ്ടിപ്പരിപ്പ് അരച്ചത് ചേർത്തിട്ടുണ്ട്. ഒരു 8-10 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് തിളച്ച ശേഷം 1-ാം പാലും കൂടെ ചേർത്തിട്ട് അങ്ങനെ ഓഫ് ചെയ്യുകയാണ് ചെയ്തത്. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ലാസ്റ്റ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. തൂമിക്കേണ്ടവർക്ക് അങ്ങനെ തൂമിച്ചിട്ടും കൂടെ ചെയ്യാൻ പറ്റും. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആടുകുറുമ റെഡി ആയിട്ടുണ്ട്. നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ്. ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണിത്. നല്ല അടിപൊളിയാണ്. അങ്ങനെ ചോറും കറിയൊക്കെ റെഡിയായി. അപ്പോൾ അവളെ തേങ്ങൻ്റെ പീര കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു സ്വീറ്റ് ഉണ്ടാക്കാൻ വിചാരിച്ചു. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ തേങ്ങാപ്പീരയും കൂടെ ഇട്ട് കൊടുത്തു. ശേഷം ശർക്കര ചെറുതാക്കി അരിഞ്ഞ ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു സ്വീറ്റാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഭക്ഷണം കഴിച്ച ശേഷം കഴിക്കാൻ പറ്റിയൊരു അടിപൊളി സ്വീറ്റാണ്. അപ്പോൾ ഇത്ര സിമ്പിളാണ്, ചെറിയ പണിയുള്ളൂ. പിന്നെ നമുക്ക് വേസ്റ്റാക്കി കളയും വേണ്ട, തേങ്ങാപ്പീര കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ട് റോസ്റ്റ് ചെയ്ത ശേഷം ശർക്കര ചേർത്ത് കൊടുക്കുക. പിന്നെ അത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, കുറേ ശർക്കര ഇട്ടാലും അതൊക്കെ പറ്റും. ഞാൻ ഒരുപാട് ശർക്കര ചേർത്തിട്ടുണ്ടായിരുന്നില്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ അവസാനം കിടക്കുന്നതിന് മുമ്പായിട്ട് ദോശക്കുള്ള മാവും കൂടെ അരച്ച് വെച്ചു. ഞാൻ റൈസ് കുക്കറിലാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കാറുള്ളത്. ഞാൻ കാണിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഇനി പ്രത്യേകിച്ച് കാണിക്കാത്തത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.